അല്ല, ദൈവമാണല്ലോ ഇത് മൊത്തം ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവമാണ് എല്ലാം ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് റേപ്പ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ പറയുന്നുണ്ട്, ഫിറൗൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൃതദേഹം കടലിനടിയിൽ, ചാവുകടലിനടിയിലുണ്ട്. അത് മത്സ്യം തിന്ന് ഭക്ഷിക്കുകയോ അതിന് യാതൊരു രൂപമാറ്റം സംഭവിക്കുകയോ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അത് കണ്ടെത്തുകയും ഇപ്പോൾ അത് ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സാർ അത് വിശ്വസിക്കുന്നു? ഈ ഫിറോന്റെ ആധാർ കാർഡൊക്കെ നിങ്ങളുടെ ഉണ്ടോ? ഞാൻ ഈ ഖുറാനിക് മിറക്കിൾസ്, പിന്നെ അതുപോലെ തന്നെ ഹിന്ദു മതത്തിന്റെ മിറക്കിൾസ്, ക്രിസ്ത്യൻ മിറക്കിൾസ്, ഇതെല്ലാം തന്നെ ഞങ്ങൾ സ്ഥിരമായി എന്താണ് ആഹാരത്തിന് നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുമല്ലോ, അതേപോലെ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ മൊത്തമായും ചില്ലറയായും ഒറ്റ വിഭാഗത്തിൽപ്പെടുന്നതാണ് UDAYIPPU. അതാണ് ഉഡായിപ്പ്. അമൃതാനന്ദയുടെ പണ്ടത്തെ ഒരു അത്ഭുത കഥകളിൽ പറയുന്നുണ്ട്, രാവിലെ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഒരു പരുന്ത് വന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് കൊടുക്കും. ആ മീൻ കറി വെച്ചാണ് അവർ കഴിച്ചുകൊണ്ട്. കൃത്യം 12 മണിക്ക് വാച്ച് നോക്കി വരുന്ന ഒരു പരുന്തിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അത് വിശ്വസിക്കാൻ ആളുണ്ട്. ഈ ആനയിൽ നിന്ന് ആനയല്ലേ ഉണ്ടാവുള്ളൂ? ആനയിൽ നിന്ന് ആന ഉണ്ടാവും. ഈ കുരങ്ങിൽ നിന്ന് കുരങ്ങ ഉണ്ടാവും. അപ്പൊ ഈ മനുഷ്യനിൽ നിന്നല്ലേ മനുഷ്യനുണ്ടാവും? അപ്പൊ ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ഒരു ജീവിയെ മറ്റൊരു ജീവിയാക്കുന്ന പട്ടിയാവട്ടെ പൂച്ചയാവട്ടെ എന്ന് പറയുന്ന മാജിക് ദണ്ടല്ല പരിണാമം. അതൊക്കെ കഥകളാണ്. അത് മതകഥകളോ ബാലരമയിലോ അല്ലെങ്കിൽ ഇതിലൊക്കെയുള്ള കഥകളാണ്. എല്ലാവരും കരുതിയിരുന്നു സൂര്യൻ ഭൂമിയെ പ്രശ്നം വയ്ക്കുന്നു, അവിടെ പോയി വിളിക്കുന്നു, ഇവിടെ ഉദിക്കുന്നു, നമ്മൾ കറങ്ങുകയാണ്. അതാണ് സൂര്യാസ്തമയമില്ല, അങ്ങനെ സംവിധാനമില്ല. എന്നാ സൂര്യൻ പോയി ചെളിക്കുണ്ടിൽ പോയി അസ്തമിക്കുന്നു എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. ചെളിക്കുണ്ടിൽ പോയി അസ്തമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എവിടെയാ പോകുന്നത്? എല്ലാം ഒന്നും ഒരു ഇല പോലും അവൻ അറിയാതെ കൊഴിയുന്നു. എല്ലാ സമസ്ത ചലനം. സൂര്യനെ ഉദിപ്പിക്കുന്നു അവൻ, നഖം വളർത്തുന്നു അവൻ, അത് ചെയ്യുന്നു അവൻ, റേപ്പ് അനുവദിക്കുന്നു അവൻ, അല്ലേ, കുട്ടികൾക്ക് ക്യാൻസർ കൊടുക്കുന്നു അവൻ, നിങ്ങളുടെ അടിയിൽ ഭൂകമ്പം ഉണ്ടാക്കുന്നു അവൻ, അനീതി നടത്തുന്നു അവൻ, അനീതി നടത്തുന്നവനെ വളർത്തുന്നു അവൻ, അതെല്ലാം അവനല്ലേ? എന്തോന്നാ ഇത്? അപ്പൊ ഞാൻ അപ്പോഴും ചോദിക്കുന്നു സാർ, ഈ സയൻസിലപ്പം എന്താണ് ആദ്യം ഉണ്ടായത്? അപ്പോഴും പിന്നെ ഇത് തന്നെ പറയുന്നത് ഉണ്ടായതല്ലടാ, ഇത് ഓൾറെഡി ഉള്ളതാണ് മറുപടി. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും അപ്പൊ അത് ലോജിക്കില്ലാത്തല്ലേ? ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആയോടെങ്കിലും ഒരിടത്ത് വെച്ച് പോകണം. സൃഷ്ടി അസാധ്യമാണ്. പിന്നെ നമ്മൾ കാണുന്ന രൂപഭാവ പരിണാമം. അപ്പൊ എന്തിൽ നിന്ന് രൂപഭാവ പരിണാമത്തിന്റെ ആദ്യത്തെ ആ സൃഷ്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ സാറ് പറയുന്ന ആ സംഗതി എന്താണ്? ആറ്റമാണോ? ആറ്റമൊക്കെ പിന്നെ ഉണ്ടായത്. ഏറ്റവും ആദ്യം ഉണ്ടായത് എന്താ? നിൽക്കൂ, ഈ പ്രപഞ്ചത്തിന്റെ മോഡലാണ് ബിഗ് ബാങ്. നിങ്ങൾ ബിഗ് ബാങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും പൊട്ടിത്തെറിയൊന്നുമില്ല. അതൊരു പൊട്ടിത്തെറി എന്നൊക്കെ നമ്മളുടെ ഓരോരോ ഭാവന. പൊട്ടിത്തെറി ഒരു വലിയ എന്താണ്, ഒരു വികാസം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രമാണ്, ഇതിന്റെ പരിണാമമല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് പരിണാമശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഒരു ജീവൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഉണ്ടായതിനു ശേഷം ഒരു ജീവിവർഗത്തിൽ നിന്ന് മറ്റൊരു ജീവിവർഗത്തിലേക്കുള്ള പരിണാമം ക്രമാനുഗതമായ DC ബുക്സിന്റെ ഒരു പരിണാമത്തിന്റെ ഒരു പുസ്തകം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബ്ലർബ് ആയിട്ട് അവിടുന്ന് അവർ എഴുതിയ ഒരു കാര്യം, ഈ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇന്നും ആർക്കും അറിയില്ല. അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചാൾസ് ഡാർവിൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞൊരു ബ്ലർബ് എഴുതി. അപ്പൊ അത് പ്രസിദ്ധീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രിന്റിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഞാൻ കണ്ടത്. ഞാൻ വിളിച്ചു പറഞ്ഞു, ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കെമിസ്ട്രിയാണ്. അത് ഡാർവിനും അതുമായിട്ട് യാതൊരു ബന്ധവും. ഡാർവിൻ പറഞ്ഞത് ഒരിക്കൽ ജീവൻ ഉണ്ടായതിനു ശേഷം അതിനുണ്ടായിട്ടുള്ള പരിണാമം, അല്ലെ ഒരു ജീവിവർഗത്തിൽ നിന്ന് മറ്റൊരു ജീവിവർഗങ്ങളിലേക്കുള്ള ഒരു യാത്ര, ഒരു അരയാല് പോലെ. അരയാലിന്റെ വേര്, അതിന്റെ ട്രങ്ക്, ശാഖ, ഉപശാഖ, ഇല, ചില്ല, ഇങ്ങനെ പലതായിട്ട് പോകുന്നു. അപ്പൊ ഇതാണ് ശരിക്കും പരിണാമശാസ്ത്രം. ഇത് രണ്ടാണ്. അപ്പൊ നിങ്ങൾ ഈ ബിഗ് ബാങ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രമാണ്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നല്ല ബിഗ് ബാങ് പറയുന്നത്, പ്രപഞ്ചത്തിന്റെ ചരിത്രമാണ്. വ്യത്യാസം മനസ്സിലാവുന്നു. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി കടന്നു പോയിട്ടുള്ള കാലഘട്ടത്തെക്കുറിച്ചുള്ള സമയാനുബന്ധിയായ ഒരു ചിത്രീകരണം. അതാണ്. അപ്പൊ ആദ്യത്തെ മിനിറ്റിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആദ്യം അവസാനം നടുക്ക് എന്നൊക്കെ പറയുന്നത് ടൈം ഉണ്ടാവണം. ടൈം എന്ന് പറയുന്നത് ദ്രവ്യത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പൊ അവിടെ ആ സമയം ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പൊ സമയം ഉദാഹരണമായിട്ട് ഞാൻ പറയാം, താങ്കൾക്ക് ഇപ്പോ 25 വയസ്സ് അല്ലെ, ഇന്നലെ പറഞ്ഞു. ഇപ്പോ ഈ ബിഗ് ബാങ് സമയത്ത് പുറപ്പെട്ട ഒരു ഫോട്ടോ, ഒരു ഫസ്റ്റ് ഫോട്ടോ ഉണ്ട്, അതിനെത്ര പ്രായം?
ക്ലിയർ ആയില്ല. അതായത് ബിഗ് ബാങ്ങിന്റെ സമയത്ത് പുറപ്പെട്ട ഒരു ഉണ്ടായ ആ. ഒരു ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ കണം, ഫോട്ടോൺ. ബിഗ് ബാങ് സമയത്ത് ആ പറയുന്ന ആ ഒരു നാനോ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മൈക്രോ സെക്കൻഡിൽ ഉണ്ടായ ഒരു ഫോട്ടോൺ, ആ ഫോട്ടോ തന്നെ നിങ്ങൾ കുട്ടപ്പൻ എന്ന് വിളിക്കുക. കുട്ടപ്പൻ ഇപ്പൊ എത്ര പ്രായം? എനിക്കറിയില്ല എത്രയാണ് പ്രായം. കുട്ടപ്പന് പ്രായം എന്ന് പറഞ്ഞാൽ പ്രായമില്ല. അതുകൊണ്ട് കാര്യം ഫോട്ടോൺ എന്ന് പറയുന്നത് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ്. നിങ്ങൾ പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സമയം അവിടെ നിശ്ചലമാവും. അപ്പോഴും സാറ് ഞാൻ ചോദിക്കുന്നത് വെറുതെ കളഞ്ഞിട്ട് പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ആദ്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ എന്ന് പറയുന്ന സാധനം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയാം. അപ്പൊ ആദ്യം ഉണ്ടായ ഫോട്ടോണിന് പ്രായം ഇല്ല. നിങ്ങൾക്ക് 25 വയസ്സുണ്ട്. അത് ഞാൻ മനുഷ്യനായതുകൊണ്ടും നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ കലണ്ടറൊക്കെ വന്നതുകൊണ്ട് എനിക്ക് പ്രായമുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ സമയം പണ്ടത്തെ മനുഷ്യന് പ്രായം. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിങ്ങൾ ഈ പ്രകാശ വേഗതയിൽ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കണം ആണ്, ഒരു കണമായിക്കുന്നു. അങ്ങനെ ഞാൻ പറയുന്നത്. അല്ല സാർ, ഈ പ്രായം പറയുമ്പോൾ ഈ ശാസ്ത്രം ഇത്രത്തോളം ഇതിലേക്ക് ഇങ്ങനെ വന്നതുകൊണ്ടാണ് നമുക്ക് പ്രായമൊക്കെ ആയതല്ലേ? നമുക്കൊന്നും പ്രായമില്ല. ആദ്യം എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറൽ സീക്വൻസിൽ ഒരു കാര്യം എങ്ങനെ അടുക്കി വെക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന ആദ്യത്തെ ഒരു ഫോട്ടോൺ ഇപ്പോഴും ഈ സമയം അതിനെ സംബന്ധിച്ച് നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. അതിന് ഈ പറയുന്ന പ്രായം അതാണ് അതിന്റെ പ്രായം. പക്ഷെ നിങ്ങൾക്ക് 25 വയസ്സായി. നിങ്ങൾ അതിനുശേഷമൊക്കെ എത്രയോ 1300 കോടി വർഷത്തിന് ശേഷം ജനിച്ച ആളാണ്. കാരണം നിങ്ങൾ പ്രകാശവേഗത്തിലല്ല സഞ്ചരിക്കുന്നത്. നിങ്ങൾ ആ ഫോട്ടോൺ ഉണ്ടായ സമയത്തിന് ശേഷം ഈ 1380 കോടി വർഷത്തിന് ശേഷം ഉണ്ടായ ദ്രവ്യത്തിന്റെ ഒരു ചരിത്രമാണ് ഞാൻ പറയുന്നത്. അതാണ് ഈ 25 വയസ്സ്. അപ്പൊ ഈ സമയം എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. അതാണ് ഏറ്റവും വലിയ ആഴം. നിങ്ങൾ ആദ്യം എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലുണ്ട് അബ്സല്യൂട്ട് ടൈം ആണെങ്കിൽ നിങ്ങൾ ആദ്യം, മദ്യം, അവസാനം എന്ന് പറയാം. അങ്ങനെയല്ല, റിലേറ്റീവ് ആണ്. ഈ ഫോട്ടോണിന് പ്രായമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പ്രകാശ വേഗത്തോട് അടുക്കും തോറും നിങ്ങൾ ഈ ഡയലേഷൻ. ഞാൻ ഈ ഫോട്ടോൺ എന്ന് പറയുന്ന ആദ്യത്തെ വസ്തു എന്നിപ്പോൾ പറയുന്ന സാറ് പറയുന്ന ഈ ബിഗ് ബാങ്ങിലൂടെ ആദ്യം ഉണ്ടാകുന്ന ഈ വസ്തു എന്ന് പറയുന്ന ഈ സാധനം ഒരാൾ സൃഷ്ടിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിന് എന്താണ് തെറ്റെന്ന് ഞാൻ ചോദിക്കുന്നത്. എല്ലാത്തിനും ഒരു സൃഷ്ടി ഉള്ളതുപോലെ അതിലൊരു സൃഷ്ടാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിലെന്താണ് ഒരു അപാകത അല്ലെങ്കിൽ എന്താണ് അതിന്റെ തെറ്റ് സാർ എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഒന്നാമത് ഞാൻ ഈ പറഞ്ഞ ടൈമിന്റെ കാര്യം വിട്ടല്ലോ. ടൈം പൊക്കോട്ടെ, ടൈം എല്ലാം പൊക്കോട്ടെ. ടൈം കാരണം കോടിക്കണക്കിന് ഇതൊക്കെ ജസ്റ്റ് ഓരോരുത്തരുടെ തോന്നലുകളും ഇതൊക്കെ തന്നെയാണ് ഈ ചരിത്രങ്ങളായിട്ടും ഇതായിട്ടെല്ലാം വന്നിട്ട് ചരിത്രം പോലും യാഥാർത്ഥ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഈ 1900 ഇത് കോടിക്കണക്കിന് വർഷം മുമ്പുള്ള കാര്യമാണ് സാറ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് 1950 മുമ്പുള്ള ചരിത്രം പോലും ശരിയല്ല എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ഇങ്ങനെ ഒരു ഏരിയയിൽ ഇങ്ങനെ ചാടി നമ്മൾ ആദ്യം അല്ല, അതിനുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഞാനിത് സാറ് പറഞ്ഞ ഈ ഫോട്ടോ ഞാൻ ചോദിക്കുകയാണ്, ഇതപ്പം സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ടെന്ന് ഞാനത് ഓക്കെ. ഒന്നാമത് ഞാൻ പറഞ്ഞത് സൃഷ്ടി അസാധ്യമാണ്. സൃഷ്ടി ഇല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. സൃഷ്ടി ഇല്ലെങ്കിൽ സൃഷ്ടാവില്ലല്ലോ. വടയില്ലെങ്കിൽ വട ഉണ്ടാക്കുന്നവരുണ്ടോ? അതേ ഉള്ളൂ. സൃഷ്ടി ഉള്ളത് കൊണ്ടാണ് ഇവിടെ സൃഷ്ടാവിന് ഒരു ഇതുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യം തൊട്ടേ 2 മണിക്ക് ഇവിടെ വന്നിടം തൊട്ടേ ഞാൻ പറയുന്നത് സൃഷ്ടി അസാധ്യമാണ്. ക്രിയേഷൻസ് നടക്കില്ല, പ്രൊഡക്ഷൻ നടക്കും, അസംബ്ലി നടക്കും. ഉള്ള വസ്തുക്കളുടെ രൂപഭാഗങ്ങൾ മാറ്റാം, ചുട്ടെടുക്കാം, ബേക്ക് ചെയ്തെടുക്കാം, വലിച്ചു നീട്ടാം, ചുരുക്കാം, ആവിയാക്കാം, നീരാവിയാക്കാം, ഐസ എല്ലാം ആക്കാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പ്ലാസ്മയാക്കാം. നമുക്ക് വേണേ ഈ ടെമ്പറേച്ചറും പ്രഷറും കൂടി കഴിഞ്ഞാൽ നമ്മളെല്ലാം പ്ലാസ്മയായിട്ട് മാറും. സൂര്യനിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ അതാണ്. അപ്പൊ അത് സാധ്യമാണ്. പക്ഷേ ഇല്ലാത്ത ഒന്നിനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾ കരുതിയ തെറ്റാണെന്ന് എൻ്റെ അർത്ഥമുള്ളൂ. മനസ്സിലായോ? ഇല്ലാത്തതിന് ഉണ്മയില്ല, ഉണ്മയ്ക്ക് ഇല്ലായ്മയില്ല. ഇതാണ് അതിന്റെ അടിസ്ഥാന തത്വം. അപ്പൊ ഈ സൃഷ്ടാവ് സൃഷ്ടി എന്നുള്ള ചോദ്യം തന്നെ അവിടെ റദ്ദാവുകയാണ്. ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും അങ്ങനെ ഇപ്പൊ കൊല മോഷ്ടിച്ചു, കൊലയും ഇല്ല, പിന്നെ വാഴയും ഇല്ലെങ്കിൽ നിങ്ങൾ കൊല മോഷ്ടിച്ച ആരാണെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ അപ്പം നമ്മൾ ഇപ്പം ഈ ഇരിക്കുന്ന സാറ് അല്ലെങ്കിൽ അപ്പോൾ ഞാൻ എങ്ങനെ ഈ പരിണാമ സിദ്ധാന്തത്തിനാണോ സാർ വിശ്വസിക്കുന്നത്? അപ്പൊ എങ്ങനെ മനുഷ്യനുണ്ടായി? ഈ പറയുന്ന ഈ ഫോട്ടോണിൽ നിന്നാണോ മനുഷ്യനുണ്ടായത്? ആണോന്ന് ചോദിച്ചാൽ എന്റെ ഡൗട്ടാണത്. അപ്പൊ ഈ ഫോട്ടോണിൽ നിന്നാണ് സാറ് പറഞ്ഞ ആദ്യത്തെ അതിൻ്റെ അകത്തുനിന്ന് പ്രപഞ്ചം ഉണ്ടായി. ആ പ്രപഞ്ചം ഉണ്ടായതിൽ നിന്ന് തന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യനുണ്ടായെന്നാണ് സാർ വിശ്വസിക്കുന്നത്. നമ്മളെ പോലെ ഈ മുടിയും താടിയും അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ള രൂപമുള്ള
ഒരു മനുഷ്യൻ ഉണ്ടായി എന്ന് പക്ഷേ ആന എടുക്കുക ഒരുപാട് ജീവികളുണ്ടല്ലോ, പരിന്തുണ്ടല്ലോ, മേളിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് മുകളിൽ തന്നെ ഒരു ഈ ആനയിൽ നിന്ന് ആനയല്ലേ ഉണ്ടാവുള്ളൂ, ആനയിൽ നിന്ന് ആന ഉണ്ടാവും, ഈ കുരങ്ങിൽ നിന്ന് കുരങ്ങ ഉണ്ടാവും, കുരങ്ങിൽ നിന്ന് കുരങ്ങ, അപ്പൊ ഈ മനുഷ്യനിൽ നിന്നല്ലേ മനുഷ്യൻ ഉണ്ടാവും, മനുഷ്യനിൽ നിന്ന് മനുഷ്യൻ. അപ്പൊ ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ആദ്യത്തെ മനുഷ്യൻ, അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്ന അനുസരിച്ച് ആദവും ഹവ്വയുമാണ് ആദ്യത്തെ രണ്ട് വ്യക്തിത്വങ്ങൾ. ഇവരിലൂടെ ഈ മനുഷ്യ സൃഷ്ടിപ്പ് തുടർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സാറിന്റെ അതിന്റെ മറുപടി എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് കഥയാണ് കുഞ്ഞെ. അല്ല, കഥയ്ക്കൊപ്പം സാർ എനിക്കൊരു സയൻസ് പരമായിട്ടൊരു ശാസ്ത്രപരമായിട്ട് എനിക്കൊരു ഉത്തരം താ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ദൈവവിശ്വാസപ്പെടുന്നത് ഉപേക്ഷിക്കാം. ദൈവവിശ്വാസം ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാല്ലേ, എനിക്ക് അതേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഒരു സാറിന്റെ സംഭവത്തിലൂടെയാണ് ഞാനത് മനസ്സിലാക്കിയത്. ഫസ്റ്റ് ആദ്യത്തെ ചോദ്യം പരിണാമം. നിങ്ങൾ ചോദിച്ച ആനയിൽ നിന്ന് ആനയല്ലേ ഉണ്ടാവുന്ന, പൂച്ചയല്ലേ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് കണ്ട് മനസ്സിലാവത്തില്ലേ? മനുഷ്യനിൽ നിന്നല്ലേ മനുഷ്യൻ, അത് സാർ അംഗീകരിച്ചല്ലോ. മനുഷ്യനിൽ നിന്ന് മനുഷ്യനുണ്ടാവും. അപ്പൊ ആദ്യത്തെ മനുഷ്യനാരാ? കേൾക്കൂ. അല്ല, അതിന് ഉത്തരം തന്നാ മതി. ആദ്യത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ മനുഷ്യനുണ്ടായി? പറയുന്ന കേൾക്കൂ. ഫസ്റ്റ് മാൻ എന്ന് പറയുന്നത് മതകഥയിലേ ഉള്ളൂ. ഞാൻ ആദ്യത്തെ മനുഷ്യൻ, ഞാൻ ആദ്യത്തെ ആന, ഞാൻ ആദ്യത്തെ പൂച്ച, അങ്ങനെയല്ല ജീവികൾ ഉണ്ടായിട്ടുള്ളത്. ദർ ഇസ് നോ ഫസ്റ്റ് മാൻ ഓർ ഫസ്റ്റ് പൂച്ച ഓർ ഫസ്റ്റ് പട്ടി. ഓക്കെ, ഇതൊരു സീരീസ് ആണ്. ഞാനൊരു ഉദാഹരണം, ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിന്റെ ഡയറിയിൽ വരച്ചു വെച്ച ഒരു പടമുണ്ട്. ഐ തിങ്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരിത് വരച്ചിട്ട് ചില്ലകളും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു സാധനം വരച്ചിട്ടുണ്ട്. അത് അടിച്ചു നോക്കി, ഐ തിങ്ക് ഡാർവിൻ എന്ന് അടിച്ചു നോക്കിയാൽ ഇപ്പൊ കാണും. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിന് ഒരുപാട് മറുചോദ്യങ്ങൾ ചോദിക്കില്ല. അതിനകത്തൊരു പടം കാണുന്നുണ്ട്. അതൊരു ബനിയൻ ട്രീയുടെ 1837 അല്ലേ? ഒരു ട്രീയുടെ പടമാണ്. ആ ട്രീയെ നോക്ക്, അതിന് വേരുകളുണ്ട്, അതിന് ടസ്ക് ഇതുണ്ട്, അതിന് ശാഖയുണ്ട്, ഉപശാഖയുണ്ട്, ചില്ലയുണ്ട്, ഇലയുണ്ട്, ചെറിയ ഇലയുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. ഇതാണ് ഈ സാധനമാണ്. ഇതിനകത്തെ വേരുണ്ടല്ലോ, വേരാണ് ബാക്ടീരിയകളും ആർക്കികളും എന്ന് ഡാർവിൻ പറയുന്നു, അല്ലേ? ഞാൻ ഇവല്യൂഷൻ പറയാം. ഇവല്യൂഷനെ കുറിച്ച് താങ്കൾ ഇവല്യൂഷനെ കുറിച്ച് ഒരു ധാരണയില്ലാതാണ് താങ്കൾ ചോദ്യം ചോദിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഒരു ജീവിയെ മറ്റൊരു ജീവിയാക്കുന്ന പട്ടിയാവട്ടെ പൂച്ചയാവട്ടെ എന്ന് പറയുന്ന മാജിക് ദണ്ടല്ല പരിണാമം. അതൊക്കെ കഥകളാണ്. അത് മതകഥകളോ ബാലരമയിലോ അല്ലെങ്കിൽ ഇതിലൊക്കെയുള്ള കഥകളാണ്. പരിണാമം എന്ന് പറയുന്നത് ഈ ഇനാനിമേറ്റ് ഓബ്ജക്ട്സിൽ നിന്ന്, മൾട്ടിപ്ലിക്കേഷൻ ശേഷിയുള്ള സെല്ലുകളിൽ നിന്ന് ക്രമേണ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള, നമ്മൾ ജീവൻ എന്ന് പറയുന്ന ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സസ്യങ്ങൾക്ക് ജീവനുണ്ട്. സസ്യങ്ങൾ പ്രകാശം അനുസരിച്ച് മാറി വളരും. തെങ്ങൊക്കെ വളഞ്ഞു പോകുന്നുണ്ട്. അത് സെൻസിറ്റിവിറ്റിയാണ്. ജീവനുണ്ട്, ചുറ്റുപാടുകൾ പ്രതികരിക്കുന്നുണ്ട്, പിന്നെ ഡൈജഷൻ, പിന്നെ അത് കഴിഞ്ഞ് വേറെ നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ ഒരു ഇതാണ് ഏറ്റവും വലിയ എന്താണ്, ബോധം, അവബോധം എന്നൊക്കെ പറയുന്ന ഹൈപ്പർ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ തലച്ചോറിന്റെ വികാസത്തിലൂടെ ഉണ്ടായിട്ടുള്ള പ്രോഗ്രാമുകളാണ്. ഈ പ്രോഗ്രാമുകളൊക്കെ പോകാം. ഉദാഹരണമായിട്ട് നമ്മൾ കാണുന്ന അത്രയും കളേഴ്സ് മറ്റു ജീവികൾ കാണുന്നില്ല. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ 1.5 കിലോഗ്രാം ഓഫ് ജെല്ലി വിതിൻ ക്രേനിയം, ഈ ക്രേനിയത്തിലുള്ള നമ്മുടെ തലച്ചോറ് ന്യൂറോൺസിന്റെ സഞ്ചയം ഉണ്ടാക്കുന്ന ബോധങ്ങളാണ് നമ്മുടെ അറിവുകളും ധാരണകളും ഒക്കെ ആയിട്ട് മാറുന്നത്. മനസ്സിലായി? ഇത് എല്ലാ ജീവികൾക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 3 മാങ്ങ പോയിട്ട് 3 മാങ്ങ ഒരു കുരങ്ങന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് കുരങ്ങനെ ബ്ലൈൻഡ് ആക്കിയിട്ട് ഒരെണ്ണം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ 2 കാണുന്നുള്ളൂ. കുരങ്ങൻ ഇങ്ങനെ ചോദിക്കും, ഇതെന്ത് മറ്റേതെന്ന് ചോദിക്കും. കാരണം എന്താണ്, ഈ 3 എന്നുള്ള നമ്പറെ സംബന്ധിച്ചുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ അവബോധം ഈ കുരങ്ങനുള്ളത് കൊണ്ടാണ്. ഇത് പട്ടിയുടെ കാര്യം പട്ടി നോക്കും, വേറെ എവിടെയൊന്നും നോക്കും, 2 കാണുന്നുള്ളൂ. പക്ഷെ ഒരു 90 മാങ്ങയിൽ നിന്ന് നിങ്ങൾ 5 മാങ്ങ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പട്ടിക്കും അറിയാൻ പറ്റത്തില്ല, നിങ്ങൾക്കും അറിയാൻ പറ്റത്തില്ല, ഈ കുരങ്ങനും അറിയാൻ പറ്റും. മനസ്സിലായി? ഇത് ഡേറ്റകൾ അനാലിസ് ചെയ്യാവുന്ന ഒരു രീതിയാണ്. ഇതൊക്കെ നമ്മുടെ മസ്തിഷ്കത്തിന്റെ കഴിവാണ്. ഇതെല്ലാ ജീവികൾക്കും ഉണ്ട്. ഇപ്പോൾ മാതൃത്വം എന്ന് പറയുന്ന സാധനം, നിങ്ങളൊരു പട്ടി പെറ്റി കിടക്കുന്നിടത്ത് എൻ്റെ കുട്ടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കടിച്ചു കയറും. ഇത് എവിടെയെങ്കിലും യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ടോ മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ടോ ഫിലോസഫി പോയിട്ടൊന്നുമല്ല. ഇത് നമ്മൾ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരുപാട് വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ അതിജീവനത്തെ പോഷിപ്പിക്കുന്നതാണ്. സ്നേഹം എന്ന് പറഞ്ഞ സാധനം നമ്മൾ കണ്ടുപിടിച്ചാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അതിജീവനത്തെ സഹായിക്കുന്നതാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ സ്നേഹിക്കും. അപ്പോൾ നമ്മളുടെ അതിജീവനം കൂടുതൽ ശക്തിപ്പെടും, നമുക്ക് സഹായം എത്തും, ആഹാരം എത്തും. അതാണ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. സ്നേഹം എന്ന് പറയുന്നത് ഒരു പരിണാമത്തിലെ ഒരു ഏറ്റവും സട്ടിലായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോഴും സാർ എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞ എന്തോ പരിണാമം എങ്ങനെ ഉണ്ടായി, എങ്ങനെ മനുഷ്യനുണ്ടായെന്നല്ല ചോദിച്ചു. മനുഷ്യനുണ്ടായി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഏറ്റവും പ്രാചീനായിട്ടുള്ള മനുഷ്യൻ, അതായത് ബൈപ്പെഡലിസം, അതൊരു കുരങ്ങ് നിവർന്ന് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ കയ്യിലെ വിരലും ഒരു ചിമ്പൻസിയുടെ കയ്യിലെ വിരലിന്റെ എണ്ണം 5 ആണ്, 6 അല്ല. 6 വിരലൊക്കെ ഉള്ളവരുണ്ട്, പക്ഷെ അത് നോർമലാണ്. പക്ഷെ മനുഷ്യൻ 5 വിരലാണ്.
കാൽവിരലൊങ്ങനെ അതുകൊണ്ട് കാൽവിരലങ്ങനെ. ഈ ബൈപ്പഡാലിറ്റി എന്ന് പറയുന്ന സാധനം, ഒരു 2 കാല് നിൽക്കാത്തവയാണ് മിക്കവാറും കുരങ്ങുകൾ. അതെ അതെ അതെ. കുറെ കഴിഞ്ഞ് ഏപ്പുകൾ വരും. ചിമ്പൻസി നിൽക്കും, ഒറാങ്ങോട്ടാൻ നിൽക്കും, ഗറില്ല നിൽക്കും, പിന്നെ ഹോമോസാപ്പിയൻസ് നിൽക്കും. ഈ എഴുന്നേറ്റ് നിൽക്കുന്ന കുരങ്ങ് പിന്നെ പണ്ട് വിക്ടോറിയ രാജ്ഞിയുടെ ഒരിക്കൽ ഈ ഗറിലയെ പിടിച്ചുകൊണ്ട്, ഗറിലയല്ല അതെ ഗറിലയാണ്, ചിമ്പ് ഒരു ചിമ്പിനെ പിടിച്ചുകൊണ്ട് ലണ്ടനിലെ ഒരു മ്യൂസിയത്തിൽ കണ്ടപ്പം രാജ്ഞി അമ്പരന്ന് പോയി. ഇത് ശരിക്കും എന്താണ് രോമങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന്, അതായത് മനുഷ്യൻ ഈ രോമങ്ങൾ കൊഴിഞ്ഞ ഒരു ഏപ്പാണ് എന്നവർക്ക് സോ സിമിലർ എന്ന് വെച്ചാൽ അക്യൂട്ട്ലി സിമിലർ അല്ല. ഇത് നമ്മൾ വരുന്നത് ഈ ഈ വാലില്ലാത്ത കുരങ്ങുകൾ വരുന്നത് അല്ലെങ്കിൽ ഏപ്പുകൾ വരുന്നത് വാലുള്ള കുരങ്ങുകളിൽ നിന്നാണ്. വാലുള്ള കുരങ്ങുകൾ വരുന്നത് സമാനമായ ജീവികളിൽ നിന്നാണ്. ഈ ജീവികളിൽ ഇങ്ങനെ പുറമോട്ട് പോകുമ്പോൾ നമ്മൾ ബാക്ടീരിയ ചെന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു സ്പീഷീസ് ഉണ്ടാകുന്നത്? ആ സ്പീഷീസ് ഉണ്ടാകുന്നതിന് അലോപാട്രിക് സ്പീഷിയേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, സിംപാട്രിക് സ്പീഷിയേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഞാൻ സിമ്പിളായിട്ട് താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു വലിയൊരു ഒരു കടലിൽ നമ്മളൊരു കുടത്തിൽ ഒതുക്കുന്ന പോലെ. ഇപ്പോൾ 2 കോഴികൾ ഒരു ഹൈവേ വരുന്നു, നമ്മുടെ എക്സ്പ്രസ് ഹൈവേ. ഈ കോഴി ഇവിടെ ആവുന്നു, ആ കോഴി അപ്പുറത്താവുന്നു. ഈ കോഴികൾ ഒരു കൂട്ടം കോഴികൾ അപ്പുറമാണ്, ഒരു കോഴിയുണ്ട്. അപ്പം ഈ കോഴികൾ പരസ്പരം ഇണ ചേർന്ന് അടുത്ത ജനറേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കോഴികളാണ്. അതുകൊണ്ടാണ് അവയെ ഒരു സ്പീഷീസ്. ഇത് ഈ ഹൈവേക്ക് അപ്പുറം ഇപ്പുറമായിട്ടുള്ള കോഴികൾ, അവിടെയുള്ള ആഹാരം, അവിടെയുള്ള ജിയോളജിക്കലായിട്ടുള്ള നീച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവിടെ ആഹാര രീതി, മറ്റു രീതി ഇതെല്ലാം വരികയും അവയിൽ മ്യൂട്ടേഷൻസ് സംഭവിക്കുകയും ചില മ്യൂട്ടേഷൻസ് അക്സെപ്റ്റ് ചെയ്യുകയും സംഭവിക്കുമ്പോൾ ക്രമേണ ഒരു 10 20 ലക്ഷം വർഷം അല്ലെ പൊട്ടൊരു 10 ലക്ഷം വർഷം കഴിയുമ്പോൾ ഈ ഒരു ജിയോഗ്രഫിക്കൽ ബാരിയർ കാരണം ഈ 2 സ്പീഷീസും തമ്മിൽ ഇണചേർന്നാൽ പുതിയ കുട്ടികൾ ഉണ്ടാകാത്ത രീതിയിലുള്ള ജനറ്റിക് വെറൈറ്റികൾ അക്യൂമുലേറ്റഡ് ആവും. ശാസ്ത്രം അങ്ങനെ തെളിയിച്ചിട്ടുണ്ടോ? ഇതാണ് ഫിഞ്ചസ്. പിന്നെ ഗാലപ്പഗോസ് ഐലൻഡിൽ പോയി ഡാർവിൻ കണ്ടെത്തിയതല്ലേ എങ്ങനെയാണ് ഈ കൊക്ക് വളരുന്നത്, ചുണ്ട്, ഈ പല പക്ഷികളുടെ ചുണ്ട് വളരുന്നത്, ആഹാര രീതി വളരുന്നതാണ്. കട്ടിയുള്ള ആഹാരം കുത്തിമുറിക്കാനായിട്ട്. അപ്പോഴും ലോജിക്ക് വെച്ച് ഈ ചോദ്യത്തിനുള്ള ഉത്തരവായില്ല സാർ. കുരങ്ങിൽ നിന്ന് കുരങ്ങുണ്ടാവുന്നു, മനുഷ്യനിൽ നിന്ന് മനുഷ്യനുണ്ടാവുന്നു. അപ്പോഴും ഈ മനുഷ്യൻ ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഒരു സ്പീഷീസ് ആയില്ലേ, ഈ 2 കോഴികൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അപ്പോഴും ആ ഒരു കോഴിയല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ അത് കോഴിയുണ്ട്. അപ്പൊ അവിടെ എന്താണ് മൈക്രോ ഇവല്യൂഷൻ സംഭവിച്ചു, സൂക്ഷ്മ പരിണാമം സംഭവിച്ചു, സൂക്ഷ്മ പരിണാമം നടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. നിങ്ങളുടെ സെക്കൻഡ് സൂചി സഞ്ചരിക്കുന്നുണ്ട്, മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നുണ്ട്, മണിക്കൂർ സൂചി സഞ്ചരിക്കുന്നു, കലണ്ടറിൽ ഡേറ്റ് നീങ്ങും. അത് ഓക്കെ, അതും ലോജിക്കാ. ലോജിക്കല്ല, ചിന്തിക്കേണ്ട ഒരു സാധനമല്ലേ സെക്കൻഡ് സൂചി സഞ്ചരിക്കുകയും. സെക്കൻഡ് സൂചി ഇരിക്കാൻ സമയം സ്റ്റില്ലായിട്ടിരിക്കണമെങ്കിൽ എല്ലാ ഇപ്പൊ സാറ് പറയുന്ന അവിടെയും ഉത്തരവല്ല, ചോദ്യങ്ങളാ സാറ് തിരിച്ചു ചോദിക്കുന്നത്. ഇല്ല, ഞാൻ ചോദിക്കുന്നതല്ല. അതായത് മൈക്രോ ഇവല്യൂഷൻ സത്യമാണ് എങ്കിൽ, വസ്തുതയാണെങ്കിൽ, സംഭവിക്കുന്നുണ്ടെങ്കിൽ, മൈക്രോ ഇവല്യൂഷൻ സത്യമാണെങ്കിൽ, മൈക്രോ ഇവല്യൂഷൻസ് ഏത് ടൈം സ്കെയിലാണ് ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നത് അറിയോ? നിങ്ങൾക്ക് എത്ര വർഷം മുമ്പുള്ള കാര്യങ്ങൾ വരെ ഓർമ്മയുണ്ട്? എനിക്ക് ചരിത്രമായിട്ട് നോക്കുകയാണെങ്കിൽ വർഷങ്ങൾ തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ള അങ്ങനെ ഓർമ്മ. എന്റെ ലൈഫില് എനിക്ക് ഒരു 5 വയസ്സിന് ഒരു 8 വയസ്സിന് ശേഷമുള്ള കാര്യങ്ങൾ ഓർമ്മ. ഞാൻ സമ്മതിച്ചു. ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് സിൻസ് യു ആർ ആൻ ഓണസ്റ്റ് പേഴ്സൺ. ഓക്കെ. നമ്മുടെ മനുഷ്യരാശിയുടെ മൊത്തം കളക്റ്റീവ് നോളജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10,000 വർഷം പറയാം, അല്ലെ? 10,000 വർഷം ഒന്നും അറിയില്ല, എന്നാലും 10,000 വർഷം പറയാം. വാട്ട് അബൌട്ട് 50,000 years? 5 കുറച്ച് പൂജ്യങ്ങൾ. ആക്ച്വലി ഒരു മനുഷ്യന് ഓർക്കാൻ കഴിയുന്ന പരമാവധി 10-60 വർഷമാണ്. അതിന് മുന്നേ 100 വർഷത്തേനോ 100 വർഷം 1000 വർഷമായിട്ട് 1000 വർഷം. ഇത് നമ്മൾ ചുമ്മാ ഇങ്ങനെ പൂജ്യം ഇടുന്നു എന്നല്ലാതെ എത്ര ടൈം സ്കെയിൽ എത്ര ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഈ പരിണാമം നടന്നു എന്ന് പറയുന്ന ഗ്രാൻഡ് ടൈം സ്കെയില് നമ്മൾ ഇന്നലെ വെച്ച മത്തി ഇന്ന് കറി വെച്ചു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അങ്ങനെയല്ല. ഇപ്പം 5 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അത് പ്രോസസ്സ് ചെയ്യത്തില്ല. നിങ്ങൾ ചുമ്മാ ഒരു 5 ഇട്ടിട്ട് കുറെ പൂജ്യം ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. 5 കോടി വർഷങ്ങൾക്ക് മുമ്പ് 5 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെ ഡൈനസോറുകളുടെ ചില ഫോർമേഷൻ നമ്മളത് പഠിക്കും. 5 കോടി വർഷങ്ങൾ 5 കോടി വർഷങ്ങൾ അടിപൊളി. ഇത് ആക്ച്വലി നമ്മൾ ആ ടൈം അവിടെ പ്രോസസ് ചെയ്തിട്ടില്ല, അത് നമുക്ക് ദഹിച്ചിട്ടില്ല. അല്ല, അത് ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, പരിണാമത്തിന്റെ വിശ്വാസമല്ല.
വിശ്വാസമല്ല. സാർ ഈ പറയുന്നതൊക്കെ സാറിന്റെ അപ്പൊ എന്താ ഇപ്പൊ ഈ സാർ ഈ ഡാർവിന്റെ പരിണാമം പറഞ്ഞു, അതുപോലെ ഇപ്പോൾ പറയുന്ന സാറേ 5 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, ഇതൊക്കെ ഇപ്പോൾ സാറ് മനസ്സിലാക്കി വെച്ച കാര്യങ്ങളെ സമർത്ഥിക്കുന്നുള്ളൂ അതോ ഇതൊക്കെയാണ് ശരി എന്ന് സമർത്ഥിക്കുമ്പോൾ അതൊക്കെയാണല്ലോ സാറിന്റെ വിശ്വാസങ്ങൾ? ഓക്കെ, ഇത് കേൾക്കും. 5 കോടി വർഷങ്ങൾ ഞാൻ ഇതിന്റെ ഒരു സ്കെയിൽ പറയാം. ഭൂമിക്ക് ഒരു 460 കോടി വർഷത്തിന്റെ പ്രായമുണ്ട്. 460. ഭൂമിയിൽ ആദ്യത്തെ ഒരു മനുഷ്യരൂപം, ഒരു ജീവന്റെ രൂപം ഉണ്ടാകുന്ന ഇപ്പോൾ സൈനോ ബാക്ടീരിയ ഒരു 300-350 കോടി വർഷം. പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് നമ്മളൊരു 56 മുതൽ 60 കോടി വർഷത്തിനിടയിലുള്ള കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ജീവജാലങ്ങളും ഫൈലങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ആദ്യം ഉണ്ടാകുന്ന ജീവികളാണ്, പിന്നെയാണ് സസ്യം ഉണ്ടാകുന്നത്. പറയണ നേരെ തിരിച്ചാണ് ആളുകൾ കരുതിയിരിക്കുന്നത്. ഈ ഓരോരോ ഏജ്, ഡെവോണിയൻ ഏജ് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ജുറാസിക് ഏജ് എന്നൊക്കെ പറയുന്നത് ഒരു 18 കോടിക്കും ഒരു 8 കോടി, ഒരു 5 കോടിക്കും 6 കോടിക്കും ഇടയ്ക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഏജ് ഉണ്ടായിരുന്നു എന്നും അന്ന് ഡൈനസോർ ഉണ്ടായിരുന്നു എന്നും നമ്മൾ വിശ്വസിക്കുകയാണെന്ന് താങ്കൾ ചോദിച്ചു. അല്ല, ഡൈനസോർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം ഇന്ന് നമ്മൾ കാണുന്ന ജീവികൾ മരിച്ചതിന് ശേഷം അസ്ഥികൂടങ്ങളാകും. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പല അസ്ഥികൂടങ്ങളും ഫോസിലുകളും ഇന്ന് നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത, എന്നാൽ ഈ എന്താ പറയുക അരണയുടെ ഒക്കെ വലിയ എഴുന്നേറ്റ് നിൽക്കുന്ന അതേപോലുള്ള അത്രയും വലിപ്പമുള്ള വാരിയെല്ലുകൾ, അത്രയും വലിപ്പമുള്ള തുടയെല്ലുകൾ, അത്രയും വലിപ്പമുള്ള സന്ധികൾ. അപ്പൊ അതൊക്കെ ഫിറ്റ് ചെയ്യാവുന്ന ചില ജീവികൾ, കഴുത്തിന്റെ ഒരു ഇത് കിട്ടുന്നു. ആ കഴുത്തിന്റെ നീളം അതിഭീകരമാണ്. അപ്പോൾ ആ കഴുത്ത് ഫിറ്റ് ചെയ്യാവുന്ന ജീവികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ ഭൂമി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത് എവിഡൻസ് ആണ്. എവിഡൻസ് അല്ലാതെ വേറെ ഈ ഡൈനസോറിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ഡൈനസോറിനെ ഭൂമി എവിഡൻസ് കിട്ടിയപ്പോഴാണ് സാർ അത് വിശ്വസിച്ചത്. ഞാൻ വിശ്വസിക്കാം, എനിക്ക് വിശ്വാസം ഇല്ല. പക്ഷെ സാറ് അംഗീകരിക്കുന്നത് അല്ലെ, വിശ്വാസം മാറ്റി വെക്കാം, സാർ അത് അംഗീകരിച്ചു അല്ലെ. അംഗീകരിക്കുന്നതുകൊണ്ടാണല്ലോ സാർ ഇത് ഇവിടെ നമ്മളിപ്പോ ഇത്രയും മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾക്ക് മുന്നിൽ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ സാർ സംസാരിക്കുന്നത്, സാർ അത് അംഗീകരിക്കുന്ന കാര്യമായതുകൊണ്ടാണല്ലോ. ഓക്കെ, ഐ ഡു നോട്ട് ബിലീവ് ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാക്കിയിരിക്കുന്നു. അംഗീകാരം എന്ന് പറയുമ്പോൾ ഞാനൊരു ഏജൻസി ഒന്നുമില്ല. അതല്ല എങ്കിൽ പോലും സാറിന്റെ വാക്കുകൾ കേൾക്കാനിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, അവരുടെ മുമ്പിൽ സാർ സമർത്ഥിക്കുമ്പോൾ അതാണല്ലോ. അങ്ങനെയില്ല. ആക്ച്വലി നിങ്ങൾ മതവിശ്വാസം ഒരു അല്ല, ഞാനപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. സാർ ഇപ്പൊ ചോദിച്ചത് ഇപ്പൊ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് സാർ പറഞ്ഞു 5000 വർഷങ്ങൾക്ക് മുന്നിൽ ഫോസിലുകൾ ഇങ്ങനെ കിട്ടിയത് കൊണ്ടാണ് ഈ ഇങ്ങനെ ഡൈനോസർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്ന് സാർ പറഞ്ഞല്ലോ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ പറയുന്നുണ്ട്, ഫിറൗൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൃതദേഹം കടലിനടിയിൽ, ചാവുകടലിനടിയിലുണ്ട്. അത് മത്സ്യം തിന്ന് ഭക്ഷിക്കുകയോ അതിന് യാതൊരു രൂപമാറ്റം സംഭവിക്കുകയോ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അത് കണ്ടെത്തുകയും ഇപ്പോൾ അത് ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അത് DNA എടുത്ത് എനിക്ക് തോന്നുന്നു എന്തോ എടുത്തത് ഫിറോന്റെ തന്നെ ഉറപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സാർ അത് വിശ്വസിക്കുന്നുണ്ടോ? ഈ ഫിറോന്റെ ആധാർ കാർഡൊക്കെ നിങ്ങളുടെ ഉണ്ടോ? അല്ല, ഫിറോൻ എന്ന് പറയുന്ന അല്ല, ഞാൻ സാറിനോട് ചോദിക്കാം. ഞാൻ തിരിച്ച് സാറിനോട് ചോദിക്കാം, ദിനോസന്റെ ആധാർ കാർഡ് ഉണ്ടോ എന്ന് സാറിനോട് ചോദിച്ചത്. ദിനോസൻ ആധാർ കാർഡ് ഉണ്ട്, ഉണ്ട്. ബയോളജിക്കൽ സ്പെസിമെൻ അവിടെ ഇരിക്കുന്നു. ദിനോസന്റെ ആധാർ കാർഡ് ഏത് വർഷം ജനിച്ചു, ഏത് വർഷം? ആധാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടായ സാധനമല്ല, അത് നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ഒരു ആധാർ, അതേ ഉള്ളൂ. നമ്മളെപ്പോ ജനിച്ചു, നമ്മുടെ രക്ത ഗ്രൂപ്പ്, അത് ഇത് അങ്ങനത്തെ എല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ആധാരമായത്. എന്തോ അതാണല്ലോ ആധാർ. ഈ ഒരു ജീവിയുടെ ഇത്രയും വലിപ്പമുള്ള കാൽ തുടയല്ലോ, അല്ലെങ്കിൽ അതിന്റെ കഴുത്തല്ലോ, അല്ലെങ്കിൽ അതിന്റെ റിബ്സോ ഒക്കെ കിട്ടുമ്പോ അതാണ് ആധാർ. അതാണ് അതിന്റെ ആധാർ കാർഡ്. ശാസ്ത്രം അത് ഇന്നാണെന്ന് പറയുന്നു. അതായത് അല്ല സാറേ, 5 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ദിനോസറിന്റെ ഫോസിലാണ് ഇതെന്ന് അത് അവര് സമർത്ഥിക്കുമ്പോ സാറും അത് അംഗീകരിക്കുന്നു. അങ്ങനെയല്ല, നേരെ തിരിച്ച്. ദിനോസർ നമ്മൾ കൊടുക്കുന്ന പേരാണ്. ഡൈനോസോർ എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ കൊടുക്കുന്നതാണ്. നമുക്ക് വേണേ എന്തോ ആയിക്കോട്ടെ, അതിപ്പം വേറെ എന്തോ ആയിക്കോട്ടെ, ഡൈനോസർ അല്ല, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും സ്പീഷ്യസ് ആയിക്കോട്ടെ, അതിനെ ഇന്ന പോലെ നമ്മുടെ ശാസ്ത്രം തെളിയിക്കുന്നത് കൊണ്ടാണ് സാർ അംഗീകരിക്കുന്നത് അല്ലേ. അപ്പൊ ഞാൻ തിരിച്ചു സാറിനോട് ചോദിക്കുകയാണ്, അപ്പൊ 1400 വർഷം, കേവലം 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ, സാറ് വിശ്വസിക്കുന്ന ഒരു പുസ്തകത്തിൽ ഇന്ന സാധനം എഴുതി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമല്ലേ? അത് പിന്നീട് കണ്ടെത്തുകയും അത് ഇന്ന ആൾ തന്നെയാണ്, ഈ ഫിറൗൻ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് തന്നെ ശാസ്ത്രം തെളിയിക്കുകയും ചെയ്തപ്പോൾ, അല്ലെ, ശാസ്ത്രം തെളിയിച്ചാണത്. ശാസ്ത്രം തെളിയിക്കുകയും ചെയ്തപ്പോൾ സാറപ്പോൾ അതിനെ അംഗീകരിക്കാൻ എന്താണ് മടിക്കുന്നത്, എന്താണ് ശങ്ക എന്നുള്ളതാണ് എന്റെ ഉത്തരം. പറയുന്നവരെ മിണ്ട് കഥ. ഒന്ന്, ഈ പറയുന്ന ഫുൾ ഉടായ്പാണ്. ഈ ഫിറോൻ എന്ന് പറയുന്ന ആള് ഏത് ഫിറോൻ, എന്ത് ഫിറോൻ? 2 സമുദ്രത്തിനടിയിൽ ഏതാണ്ട് കിട്ടി, എവിടെ ഇരിക്കുന്നു, ശാസ്ത്രീയമായി ഈജിപ്ത് മ്യൂസിയത്തിലുണ്ട്. ഇത് മൊത്തമായി ചില്ലറയായിട്ടും ഫുൾ ഉടായ്പാണ്. ജസ്റ്റ് യൂട്യൂബ് എന്ന് പറയുന്ന സാധനം, യൂട്യൂബ് എന്ന് അടിച്ചു കൊടുത്തിട്ട് ഈ ഫിറോൻ
ഖുറാനിക് ഉഡായിപ്പ് എന്നൊന്ന് അടിച്ചു. ഉഡായിപ്പിക്കാൻ അറിയണ്ട, ഡീബങ്കിങ് ഖുറാനിക് ഉഡായിപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഫിറോൻ പിന്നെ ശവം കടലിനടിയിൽ നിന്ന് അടിച്ചു നോക്കിയാൽ ദയവ് ചെയ്ത് അത് വീണ്ടും നമ്മളെ വിലപ്പെട്ട സമയം കളയാതെ ഈ ഖുറാനിക് മിറാക്കിൾ ഡീബങ്ക്ഡ് എന്ന് പറഞ്ഞടിക്കാന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ ഫസ്റ്റ് സെർച്ചിൽ തന്നെ ഒരു 22-23 എണ്ണം കിട്ടും. ഇതിനകത്ത് ഓരോ സാധനം ഭ്രൂണശാസ്ത്രം, മറ്റേത് മറിച്ചത്, ഭൂമി പരന്നാണോ, ഭൂമി ഒട്ടകപ്പക്ഷിയുടെ മുട്ട കണക്കിരിക്കുന്നു, ഇങ്ങനെ കുറേ സാധനം. പക്ഷെ സാർ അത് മാത്രം സെർച്ച് ചെയ്യുന്നോണ്ടാ അതിന്റെ തന്നെ ഒറിജിനൽ സാധനം ഖുർആനിൽ എന്ന് അടിച്ചാലും നല്ല സാധനങ്ങളും വരും. അത് ഒന്ന് കേൾക്കും സാർ. ഈ ഡീബങ്കർ മാത്രം കാണല്ലേ, നല്ലത് കൂടെ കാണ്. ഒരു കാര്യം ഡീബങ്ക്ഡ് ആക്കാൻ കഴിയുമെങ്കിലേ നമുക്ക് ഡീബങ്ക് ചെയ്യാൻ കഴിയും. ഉദാഹരണമായിട്ട് നിങ്ങൾ എനിക്ക് ഡീബങ്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലാതെ പറ്റിയാലായിരിക്കും, നമ്മൾ തന്നെ തീരുമാനിക്കണം. അതെ, അല്ല ഡീബങ്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല, ബിക്കോസ് നിങ്ങളുണ്ട്. നിങ്ങൾ മലയാളിയാണെന്നുള്ളത് എനിക്ക് ഡീബങ്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഈ ഡീബങ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡീബങ്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഡീബങ്ക് ചെയ്യാൻ പറ്റും. അല്ല ചുമ്മാ എനിക്ക് ഐ വോണ്ട് ഡീബങ്ക് എവരിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ സ്റ്റാർട്ടറാണ്. എനിക്ക് പറയുന്ന പൊങ്ങില്ല ഞാൻ. പക്ഷെ സാർ ഇനി വേറെ കാര്യമുണ്ട്, ഫോസിലുള്ള ദിനോസറിനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ 1500 വർഷമുള്ള ഫിറോവിന്റെ അതിനെ വിശ്വസിക്കുന്നു. ഫിറോൻ എന്ന് പറഞ്ഞാൽ ആരാ? ഫിറോൻ എന്ന് പറയുന്നത് ഒരു ഫറോവയായിരുന്നു. ഒരു മൂസാ നബി. ഏത് ഫറോവയാണ്? അല്ല അതിന്റെ ഞാൻ അതിനെ കുറിച്ച് വെറുതെ നമ്മൾ ഈ ഗ്രാനുലാർ ഡീറ്റെയിൽസ് അല്ല എങ്കിൽ പോലും സാറിന് അതിന്റെ അടുത്തുള്ള സാറിന്റെ അഭിപ്രായങ്ങൾ പറയാം, കാരണം അത് ഞാൻ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യം ഫിറോൻ. ഞാൻ ഈ ഖുറാനിക് മിറക്കിൾസ്, പിന്നെ അതുപോലെ തന്നെ ഹിന്ദു മതത്തിന്റെ മിറക്കിൾസ്, ക്രിസ്ത്യൻ മിറക്കിൾസ്, ഇതെല്ലാം തന്നെ ഞങ്ങൾ സ്ഥിരമായി എന്താണ് ആഹാരത്തിന് നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുമല്ലോ, അതേപോലെ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ മൊത്തമായും ചില്ലറയായും ഒറ്റ വിഭാഗത്തിൽപ്പെടുന്നതാണ് UDAYIPPU. അതാണ് ഉഡായിപ്പ്. ഫുൾ സാർ ഇപ്പൊ വിശ്വസിക്കുന്നതാ? വിശ്വാസമല്ല കുട്ടി, എന്ത് വിശ്വാസം? എനിക്ക് വിശ്വാസങ്ങളൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം തെളിവാണ്, വാലിഡ് ആയിട്ടുള്ള എവിഡൻസ്. സാറ് വിശ്വസിക്കുന്ന കാര്യങ്ങളല്ലേ സാറ് ജനങ്ങളിലേക്ക് എത്തിക്കുള്ളൂ? ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ പിന്നെ സാർ എന്താണ് ചെയ്യുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വസിക്കുന്ന പറഞ്ഞാൽ അറിയാം, അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്റെ ബേസിക് ഒന്ന് മനസ്സിലാക്കി. സൂര്യനുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സൂര്യനുണ്ട്. അന്തരീക്ഷം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയോ ഇല്ല, അത് വിഷയമല്ല. എന്താണ് വിശ്വസിച്ച് ഉണ്ടാക്കുന്നതെന്നറിയാവോ? അതായത് യാഥാർത്ഥ്യവും വിശ്വാസവും എന്നുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വസിക്കുന്നത് അവസാനിക്കുമ്പോഴും നിലനിൽക്കുന്നത് എന്തോ അതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഞാനിവിടെ ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, ഒരു പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഇല്ലാതാക്കാം, ഇവിടെ ആരെയും കാണുന്നില്ല, അല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് വേറെ എന്താ പറയുന്നത് പിന്നെ ഇതി അമീനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, നോക്കുമ്പോൾ ഇതി അമീൻ എന്നൊക്കെ പറയുന്നു, അല്ലെ നിങ്ങളുടെ വേറെ എന്തെങ്കിലും. ഇറ്റ്സ് പോസിബിൾ. നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലും കാണാൻ കഴിയും, നിങ്ങൾക്ക് സ്വപ്ന ദർശനങ്ങൾ കിട്ടും. മാലാക വന്ന് എന്നോട് പറയുന്നു, എടേ നീ കുറിച്ചെടുക്കൂ എന്ന് പറഞ്ഞു, അങ്ങനെ കുറിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ വേണേൽ പറയാം. അത് അയാൾ വിശ്വസിച്ചുണ്ടാക്കുന്ന കാര്യമാണ്. ഈ പറയുന്ന സാധനം ഒരു കാര്യത്തിന്റെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, അത് സാർവജനീനമായിരിക്കണം, സാർവത്രികമായിരിക്കണം, റിപ്പീറ്റബിൾ ആയിരിക്കണം, എല്ലാവർക്കും ബാധകമായിരിക്കണം. ഇത് രാവിലെ 9 മണിക്ക് മാത്രം വരുന്ന മാലാകയല്ല. ഇപ്പൊ അമൃതാനന്ദയുടെ ഒരു പണ്ടത്തെ ഒരു അത്ഭുത കഥകളിൽ പറയുന്നുണ്ട്, രാവിലെ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഒരു പരുന്ത് വന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് കൊടുക്കും, ആ മീൻ കറി വെച്ചാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. കൃത്യം 12 മണിക്ക് വാച്ച് നോക്കി വരുന്ന ഒരു പരുന്തിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അത് വിശ്വസിക്കാൻ ആളുണ്ട് അല്ലേ? അപ്പം വിശ്വസിക്കുന്നത് അവസാനിച്ചാലേ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ സൂര്യന്റെ കാര്യം, ചിലർ പറയും സൂര്യനുണ്ട്, ചിലർ പറയും സൂര്യനില്ല. ഇപ്പൊ 2 കൂട്ടർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സൂര്യനുണ്ട്. വിശ്വാസ അതീതമാണ് യാഥാർത്ഥ്യം, വസ്തുത എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് വസ്തുത അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് ഒരിക്കലും വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു അപമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേറെ സാധനമുണ്ട്, ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസമല്ല. ഇപ്പൊ നിങ്ങൾ എനിക്കൊരു നാരങ്ങ വെള്ളം തരുന്നു, ഞാൻ കുടിക്കുന്നു, നിങ്ങൾ അതിനകത്തൊന്നും കലർത്തിയിട്ടില്ല എന്ന് കരുതിയാണ് ഞാൻ കുടിക്കുന്നത്. അത് വിശ്വാസം എന്നുള്ള വാക്കല്ല അവിടെ വരുന്നത്, ട്രസ്റ്റ് ആണ്. രണ്ടിന്റെ അർത്ഥം ഒന്നല്ലേ? വിശ്വാസം എന്നൊരു വാക്ക്, ട്രസ്റ്റും വിശ്വാസം ഒന്നാണോ? ഞാൻ പ്രേതത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങളെ ഒരു വ്യക്തിയെ ഈക്വൽ അല്ല. ഞാൻ പ്രേതത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങളെ ഞാൻ ട്രസ്റ്റ് ചെയ്യും. അത് എന്താ ഡിപ്പെൻസ് ആണ്, അത് ഓരോ ഇത് വെച്ച് അത് അർത്ഥതലങ്ങൾ മാറും എന്നുള്ളൂ. വിശ്വാസം ഏകദേശം ഒന്ന് തന്നെയല്ലേ? അല്ല അത് ഈ വാക്കെല്ലാം ഒന്നായിട്ട് ഇങ്ങനെ അത് വിശ്വാസം ഇത് വിശ്വാസം അല്ല. വിശ്വാസം എന്ന് പറയുന്നത് അഭൗമമായിട്ടുള്ള ലോജിക്കില്ലാതെ തെളിവില്ലാത്തുള്ള കാര്യങ്ങളിൽ അഭിരമിക്കാനുള്ള നിങ്ങളുടെ മസ്തിഷ്ക വാസനയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു വസ്തുവിനെ നിങ്ങൾ ഒരു കമ്പിയിൽ കയറി പിടിക്കുന്നു, അത് നിങ്ങളൊരു ആശ്രയമാണ്, ആ കമ്പിയോടെ ഉണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ ഒരാളെ കോൾ ചെയ്യുന്ന ആളെ ഒരു 10 lakh ഒന്ന് മറിക്കാമോ? അല്ലെങ്കിൽ ഞാൻ കാളിദാസന്റെ ഒരു കഥ ഇതുണ്ട്, ഇതിനകത്ത് ഈ കലമാനും ആൺമാനും പെൺമാനും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ച് കാളിദാസൻ പറയുന്നത്.
അപ്പോൾ ഈ പെൺമാന്റെ കണ്ണിലൊരു ആൺമാന്റെ കൂർത്ത ആ കൊമ്പുകൾ വെച്ചാണ് ഇതിനകത്തുള്ള കരട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ പെൺമാൻ ഇങ്ങനെ അത് അനുവദിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് പെട്ടെന്ന് ഒരു ചക്ക അവിടെ വീഴുന്ന ഒരു ശബ്ദം കേട്ടാലോ അല്ലെങ്കിൽ ഒരു കടുവ വരുന്ന ഒരു ശബ്ദം കേട്ടാലോ ആൺമാൻ പെട്ടെന്ന് ഇതായി കഴിഞ്ഞാൽ ഇവൾ ബ്ലൈൻഡ് ആയി പോകും. പക്ഷെ ഇതൊന്നും ഉണ്ടാവില്ലെന്നും ഇത് വളരെ കൃത്യമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ഇത് ചെയ്യുമെന്നുള്ള ഒരു ട്രസ്റ്റ്, അതിനെയാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതല്ല വിശ്വാസം. വിശ്വാസം വെറും പാട്ട സാധനമാണ്. അപ്പൊ ഇത് നമുക്ക് ഇനി പിന്നെ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ട് അടുത്ത ടോപ്പിക്കിൽ സംസാരിക്കാൻ സമയം കിട്ടില്ല. വളരെ കുറച്ച് സമയം കൂടി അല്ലേ ഉള്ളൂ. എന്തായാലും 5:45 സാറിന് വിടണം ഇവിടുന്ന്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരൊറ്റ ചോദ്യം കൂടി കൊണ്ട് നമുക്ക് ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. അപ്പൊ സാറിന് ഈ നോസിലുകൾ എന്ന് പറയുന്ന ഫോസിലുകൾ എന്ന് പറയുന്ന ഈ 5 കോടി വർഷം മുമ്പ് കിട്ടിയെന്ന്, അല്ലെങ്കിൽ ഡാർവിന്റെ പരിണാമം, ഇതൊക്കെ സാറ് അപ്പൊ ഇതൊക്കെ എന്താണ് സാർ ഇതെന്താ അപ്പൊ അംഗീകരിക്കുകയാണോ വിശ്വസിക്കുകയാണോ? ഒറ്റ ഉത്തരം പറഞ്ഞാൽ മതി. അംഗീകരിക്കുകയാണോ വിശ്വസിക്കുകയാണോ? ഞാൻ വിശ്വസിക്കുകയല്ലോ. വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, അതിൽ വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കാണ്. ശാസ്ത്രത്തെ മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ ഐ അണ്ടർസ്റ്റാൻഡ്. അതേ ഉള്ളൂ. അല്ല, അതിൻ്റെ അകത്ത് കൂടുതൽ ഇതൊന്നുമില്ല. അപ്പൊ സാറ് സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ഇപ്പൊ സൂര്യന്റെ കാര്യം സാറ് പറഞ്ഞു. ഇപ്പൊ 4 ബില്യൺ കോടി വർഷം കൂടി ഇനി മാക്സിമം സൂര്യന് ആയുസുള്ളൂ എന്നുള്ളത് ശാസ്ത്രം ഇപ്പൊ കണ്ടെത്തി. അതിന് വർഷങ്ങൾക്ക് മുമ്പ് ലോകാവസാനത്തെക്കുറിച്ച് എല്ലാ മതഗ്രന്ഥങ്ങളും തന്നെ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൽക്കി വരുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതുപോലെ ലോകാവസാനത്തിന്റെ സമയത്ത് യേശുദേവൻ വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്ന് ക്രൈസ്തവ സമൂഹത്തിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഇസ്ലാം മതത്തിലാണെങ്കിൽ പറയുന്നത് ദജ്ജാൽ വരും, ദാബത്തുൽ വരും, അതുപോലെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വന്ന് ലോകം അവസാനിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഈ 1400 വർഷം മുമ്പ് പിന്നെ ഇത് തന്നെ ഇസ്ലാമും ഏത്തിസവും തമ്മിലൊരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു പുസ്തകത്തിൽ സാറ് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ എങ്ങനെ ഇത് എഴുതപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒന്നാമത് ഈ ലോകം അവസാനിക്കും എന്നൊക്കെ പറയുന്നത് വെറും പാട്ട സാധനമാണ്. എന്ത് ഈ ലോകം അവസാനിക്കുന്ന എന്താ അർത്ഥം? ഏത് ലോകം അവസാനിക്കുന്നത്? സൂര്യൻ ഇല്ലാണ്ടാവും. സൂര്യൻ ഇല്ലാതാകുന്നതിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഇല്ലാതാവും എന്നതാണ് ശാസ്ത്രം. സൂര്യൻ ഇല്ലാതാകും. സൂര്യൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. എന്നാൽ സൂര്യൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രപഞ്ചത്തിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സൂര്യൻ ഉള്ള ഒരു കാലഘട്ടം ഉണ്ട്. സൂര്യൻ വീണ്ടും സൂര്യൻ വേറെ ഏതെങ്കിലും ഫോമിൽ പോയി കഴിഞ്ഞാലും തുടരുന്ന ഒരു പ്രപഞ്ചത്തെ കുറിച്ചാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. ഇപ്പൊ 1000 കോടി വർഷമാണ് സൂര്യന്റെ. ഇപ്പൊ ഒരു 460-500 കോടി വർഷം ഒന്ന് കൂട്ടിക്കും. ഇനി ഒരു 500 കോടി വർഷം കൂടി സൂര്യൻ ഇതായിട്ട് എന്താവും? ഒരു ജയന്റ്, റെഡ് ജയന്റ് ആവും. റെഡ് ജയന്റ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇല്ലാതാവുമല്ല. റെഡ് ജയന്റ് ആകുമ്പോൾ സംബന്ധിച്ച് ഈ ശുക്രനും മെർക്കുറിയൊക്കെ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ എന്നോട് അടുപ്പിച്ച് തന്നെ ഇതിന്റെ വ്യാസം വലുതാവുകയും ഇതിന്റെ പ്രകാശം കുറയും, പിന്നെ അതിന്റെ ഇതൊക്കെ കുറയും. പക്ഷെ അതിന്റെ വ്യാസം വലുതായിട്ട് വരും. അതാണ് റെഡ് ജയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയിൽ ജീവിതം അസാധ്യമാവും. ഭൂമിയിൽ ഇപ്പോൾ ഉള്ള ജീവജാലങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ചൂടും മറ്റു കാര്യങ്ങളും ചിലപ്പോൾ ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങിയല്ലോ നമ്മുടെ പണ്ടത്തെ വളരെ മൈനർ വേരിയേഷൻ. അതൊന്നും അല്ലേ ഈ പറയുന്നത്. അപ്പം ഈ ഭൂമിയെ തന്നെ ഒരുപക്ഷെ അബ്സോർവ് ചെയ്യാം. ഭൂമി ഇല്ലാതാവും. അബ്സോർവ് ചെയ്യാം. ഭൂമിയെ തന്നെ അബ്സോർവ് ചെയ്യാം. അപ്പൊ ഈ സൗരയൂഥം മുഴുവൻ പോയി കഴിഞ്ഞാലും ഈ പ്രപഞ്ചത്തിൽ അതൊരു പൊടി പടലം പോകുന്നതിന്റെ പ്രാധാന്യം പോലും അതിനില്ല. നിങ്ങൾ എന്ത് അവസാനിക്കുന്ന ഈ പറയുന്നത്? അല്ല, ഇത് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല. ഇപ്പൊ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ഈ ലോകം അവസാനിക്കും. ഏത് ലോകത്തെ കുറിച്ച് പറഞ്ഞു? ഈ ലോകം അതായത് ഭൂമി ഉൾക്കൊള്ളുന്ന ഈ ഭൂമി അവസാനിക്കും. അതായത് ആദ്യം ഭൂമി അവസാനിച്ചതിന് ശേഷം, അതായത് ഭൂമി കത്തി തീർന്ന് ഇല്ലാണ്ടായതിനു ശേഷമാണ് സൂര്യൻ, പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് സൂര്യൻ ഇല്ലാണ്ടായി പോകൂ എന്നുള്ളതാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രം പഠിച്ചു വെച്ചിരിക്കുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ബന്ധമൊന്നും ഈ രീതിയിൽ ഭൂമി ഒരു ഗ്രഹമാണെന്നും സൂര്യനെ ചുറ്റുന്നതാണെന്നും ഇതൊന്നും പറയുന്ന ഒരു മതഗ്രന്ഥവും ഇല്ല. അത് ആദ്യം മനസ്സിലാക്കുക. എല്ലാവരും കരുതിയിരുന്ന സൂര്യൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നു, അവിടെ പോയി വിളിക്കുന്നു, ഇവിടെ ഉദിക്കുന്നു, നമ്മൾ കറങ്ങുകയാണ്. അതാണ് സൂര്യാസ്തമയമില്ല, അങ്ങനെ സംവിധാനമില്ല. എന്നാൽ സൂര്യൻ പോയി ചെളിക്കുണ്ടിൽ പോയി അസ്തമിക്കുന്നു എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. ചെളിക്കുണ്ടിൽ പോയി അസ്തമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എവിടെയാ പോകുന്നത്? എവിടെ പോയി വരുന്നത്? അസ്തമിക്കുന്നു എന്ന് ഖുറാനിൽ പറയുന്നുണ്ടോ? പിന്നെ ഒന്ന് നോക്കൂ ഇതൊക്കെ. നിങ്ങൾ എനിക്ക് വന്ന് അല്ല, ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഞാൻ അതിന്റെ അടുത്ത് കണ്ടില്ല. അസ്തമിക്കുന്നു എന്ന് സൂര്യൻ അസ്തമിക്കുന്നു മാത്രമല്ല, ഈ അള്ളാഹു അനുവദിക്കുന്നോണ്ടാണ് പിറ്റേ ദിവസം രാവിലെ പുള്ളി വരുന്നതെന്നും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു പറയുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അല്ല, ദൈവമാണല്ലോ ഇത് മൊത്തം ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവമാണ് എല്ലാം ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് റേപ്പ്.
അതല്ല, അത് മനുഷ്യൻ ചെയ്യുന്നത് എങ്ങനെ ദൈവത്തിന് തലയിൽ കിട്ടി വെക്കുന്നത്? എല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? സാറ് ചായ കുടിക്കുന്നു, സാറ് ചായ ഉണ്ടാക്കി തരുന്ന ആളാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്ന പോലെ. അത് എല്ലാം എന്ന് പറഞ്ഞാൽ അല്ല, അതാ സാർ ഇപ്പൊ എടുത്ത വായിക്ക് ചോദിച്ചു, റേപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അതും ദൈവത്തിന്റെ അനുവദിക്കുന്നു. അത് മനുഷ്യൻ ചെയ്യുന്നതല്ലേ? മനുഷ്യനാരാ? മനുഷ്യൻ അവനല്ലേ? അപ്പൊ മനുഷ്യനാണോ? അപ്പൊ സാറ് നമ്മുടെ പോലിലേക്ക്, നിങ്ങൾ പറഞ്ഞ കഥ സാർ നമ്മുടെ പോലിലേക്ക് വന്നു. മനുഷ്യനെ അനുസരിച്ച് എല്ലാം അവ അനുവദിക്കുന്നു. എല്ലാം ഒന്നും ഒരു ഇല പോലും അവൻ അറിയാതെ കൊഴിയുന്നില്ല. എല്ലാ സമസ്ത ചലനങ്ങളും. സൂര്യനെ ഉദിപ്പിക്കുന്നു അവൻ, നഖം വളർത്തുന്നു അവൻ, അത് ചെയ്യുന്നു അവൻ, റേപ്പ് അനുവദിക്കുന്നു അവൻ, അല്ലേ? കുട്ടികൾക്ക് ക്യാൻസർ കൊടുക്കുന്നു അവൻ, നിങ്ങളുടെ അടിയിൽ ഭൂകമ്പം ഉണ്ടാക്കുന്നു അവൻ, അനീതി നടത്തുന്നു അവൻ, അനീതി നടത്തുന്നവനെ വളർത്തുന്നു അവൻ, അതെല്ലാം അവനല്ലേ? എന്തോന്നാ ഇത്? ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ മണ്ടനാശയങ്ങൾ. മണ്ടനാശയം. ഞാൻ അങ്ങനെ മണ്ടൻ എന്ന് പറഞ്ഞൊരു വാക്കേ ഉച്ചരിച്ചിട്ടില്ല.